ആദ്യത്തെ സിനിമയിൽ എൻ്റെ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡ്രൈവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് ഒരു ചെക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിന്. ഇത് ചെക്കാണ്, ബാങ്കിൽ പോയാൽ മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം അത് വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം ആർട്ടിസ്റ്റ് എല്ലാവരും വട്ടം കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ചെക്ക് എടുത്ത് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു, എനിക്ക് വേണ്ട നിങ്ങളുടെ ചെക്കൊന്നും, എനിക്ക് പൈസ മതി, എനിക്ക് ക്യാഷായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ക്യാഷായിട്ട് തരാം, പക്ഷെ നിങ്ങൾ ഇനി ഈ സെറ്റിൽ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ വർക്ക് ചെയ്യില്ല, നിങ്ങൾ ഇനി ഈ സെറ്റിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യൂണിറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യൂണിറ്റ് ഓഫ് ചെയ്യൂ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്, സാലറി ആയിട്ട് എന്തോ ഇഷ്യൂ ആയിട്ടാണ് യൂണിറ്റ് ഓഫ് ചെയ്തേക്കുന്നത്, അവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഈ ഡ്രൈവറെ ഞാൻ തിരിച്ചെടുക്കാതെ ഫെഫ്ക യൂണിയനിലുള്ള ആരും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ സിനിമ ഇവിടെ നിർത്തുകയാണ്, ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ഇറങ്ങിയ പൈസ ഇതുവരെ, അത് എൻ്റെ പ്രായത്തിൻ്റെയും കൂടെ ആയിരിക്കാം, ആ വാശിക്ക് ഞാനും പറഞ്ഞു, ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല, പോയ പൈസ പൊക്കോട്ടെ, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ്റെ കോൾ എനിക്ക് വരുന്നത്. എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാൻഡ്ര ഇനി മലയാള സിനിമ ചെയ്യില്ല ഇങ്ങനെയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തിയെ, ഈ ഡ്രൈവറെ തിരിച്ചെടുക്കാതെ നിങ്ങൾക്ക് ഈ സിനിമ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അദ്ദേഹത്തിനുള്ള പൈസ ഞാൻ കൊടുത്തോളാം, പക്ഷേ ഇനി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക യൂണിയനിൽ ആരും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മാറ്റവും ഇല്ല, ഞാൻ സിനിമ നിർത്തുകയാണ്, ഞാൻ പ്രസ് മീറ്റ് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ചെയ്യണ്ട, അത് അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ്, ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം അദ്ദേഹം വർക്ക് ചെയ്തോട്ടെ, ഇനി നാളെ മുതൽ ഇവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണനുമായിട്ട് എൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഒരു ശത്രുപക്ഷത്ത് കാണുകയും പിന്നീട് ഏതൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഇപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെഫ്ക യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഇതേ വ്യക്തി പിന്നീട് 3 വട്ടം എന്നെ ഇതുപോലെ പബ്ലിക്കായി വെല്ലുവിളിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലൈഫിൽ ചെയ്തൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ഇത്രയും നാൾ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നു എന്ന് പറയുന്നത്.